ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് ഡിസംബർ 4. ഇനി കോമ്പറ്റീഷൻ കറക്റ്റ് 1 മന്താണ് ഉള്ളത്, അതായത് 4 വീക്സ്. സോ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ നിൽക്കുക. അതിന് മുമ്പ് എനിക്ക് പ്രീ വർക്കൗട്ട് കഴിക്കണം. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് ചിക്കനും റൈസും എഗ്ഗും. അതായത് ഞാൻ പറഞ്ഞ ടൈം മുന്നേ എനിക്ക് വർക്കൗട്ടിന് മുമ്പ് എപ്പോഴും റൈസ് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടെ ചെയ്യാനൊരു എനർജി, അല്ലെങ്കിൽ ഒരു അത്ര ഓക്കെ അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞ് ശേഷമാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഉച്ച സമയത്ത് 1 മണി 2 മണി സമയത്താണ് മിക്കവാറും എൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ ഫുഡ് കഴിക്കട്ടെ. ജിമ്മിൽ വെച്ചാണ് എൻ്റെ പ്രീ വർക്കൗട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്താ പറയുക, നോർമൽ ഫുഡ് കഴിക്കാണ്ട് ആ ടേസ്റ്റ് അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ പ്ലെയിൻ ആയിട്ട് കഴിക്കുവാണെങ്കിലും അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓരോ ഫുഡിൻ്റെയും ടേസ്റ്റ്. എന്ത് കഴിച്ചാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പത്തേനേക്കാളും. നാവിന് കുറച്ചുകൂടെ രുചി വെച്ചിരുന്നു. പിന്നെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബോഡി കുറച്ചുകൂടെ ക്ലിയർ ആവുന്ന ഫീൽ ഉണ്ട്. അതായത് ഡൈജഷൻ ആയി കഴിഞ്ഞാലും പിന്നെ ഒരു ഓവറോൾ ഫ്രഷ്നെസ് ആയി കഴിഞ്ഞാലും കുറച്ചും കൂടെ ഫ്രഷായി ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. അതോ എനിക്ക് ഇങ്ങനെ കുറച്ചുകൂടെ മസാലയിൽ ഒഴിവാക്കി പ്ലെയിനായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമായിട്ട് മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് കോമ്പറ്റീഷൻ കഴിഞ്ഞാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റും പോലെ മസാലാസ് യൂസ് ചെയ്ത് കുറച്ചിട്ട് ഏതെങ്കിലും ഒരു മീലെങ്കിലും, അതായത് പ്രീ വർക്കൗട്ടെങ്കിലും ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാൻ പ്ലാനുണ്ട്. ഞാനത് അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് തോന്നുന്നു, എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട്. പിന്നെ റിസൾട്ടിനും അത് തന്നെയാണ് നല്ലത്. ഏത് സമയത്താണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പോലും ഒരു അൺവാണ്ടഡ് കലോറീസാണ് നിങ്ങൾ മസാലാസ് എല്ലാം കഴിക്കുമ്പോൾ കയറി വരുന്നത്. കൂടാണ്ട് അതിൻ്റെ പുറത്തുള്ള പല ഈ മസാല കൊണ്ടുണ്ടാകുന്ന കുറേ മോശ അവസ്ഥകളും പറയുന്നുണ്ട്. സോ അതിന് നല്ല എസ്കേപ്പ് ആകത്തല്ലോ. ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചെയ്ത് ഇതിൽ തന്നെ കുറേ പൈസ നടത്താം. വേണമെങ്കിൽ ഇപ്പോൾ ഈ റൈസ് തന്നെ കുറച്ച് കൈതച്ചക്ക ചെറിയ സ്ലൈസ് ആയിട്ട് ബിരിയാണിയിൽ ഇടുന്ന പോലെ ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായി. വേണമെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കാം. അങ്ങനെ ഫുഡ് ഭയങ്കര ഈസി ആക്കാൻ പറ്റും. അധികം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ലാണ്ട് ഭയങ്കര ക്ലീനായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് ഒരാൾ കുഴിമന്തി കഴിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് നീറ്റായിട്ട് കഴിക്കാനുള്ള കപ്പാസിറ്റി ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാം കയ്യിൽ ഇരിക്കും. അപ്പോൾ കഴിച്ച് ഞാൻ ജിമ്മിലെത്തി. ഇനിയിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സ്ട്രെച്ചിങ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഹാംസ്ട്രിങ്ങിൻ്റെ വർക്കൗട്ട്, അതായത് ലൈ ഡൗൺ ഹാംസ്ട്രിങ് കേളാണ് ചെയ്യാൻ പോകുന്നത്. ശേഷം ഹാക്ക് സ്ക്വാട്ട് ചെയ്യും, പിന്നെ ഒരു എക്സ്റ്റൻഷനും പിന്നെ ഒരു കാഫിൻ്റെ ഒരു വർക്കൗട്ട്, അത്രയേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ ആംസും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞാനത് നൈറ്റ് പോയി ചെയ്യും. അങ്ങനെ 2 ടൈംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഹാംസ്ട്രിങ്ങിൻ്റെ കേൾ ചെയ്യാം. ഇതൊരു 4 സെറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. ശേഷമാണ് ഹാക്ക് സ്ക്വാട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഗൈസ് എൻ്റെ ലെഗിൽ ഏറ്റവും കൂടുതൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഹാംസ്ട്രിങ്. സോ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഫസ്റ്റത്തെ വർക്കൗട്ട് എപ്പോഴും ഹാംസ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ടെക്നിക്കാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് വീക്കസ്റ്റ് പാർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ആ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഹാക്ക് സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 സെറ്റ്സ് ചെയ്യാം. നമ്മളെന്തായാലും ഇത്ര 2 സെറ്റ്സ് ചെയ്യുന്നുള്ളൂ എന്തായാലും. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റും ആഡ് ചെയ്യുക. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്രയൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിപ്പം 15, 80 kg വരും ടോട്ടലി വെയിറ്റ്. അപ്പോൾ സെക്കൻഡ് സെറ്റ് ചെയ്യാം, മാക്സിമം റപ്പ്. ഓക്കെ, three more. ആക്ച്വലി വർക്കൗട്ട് ചെയ്യാനുള്ള ഫീലൊന്നുമില്ല, എല്ലാം എന്താ ഡ്രൈ ആയിന്. അവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ 2 സെറ്റ് ബൾഗേറിയൻ സ്ക്വാട്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഹാക്ക് സ്ക്വാട്ട് 2 സെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ തോന്നി, അപ്പോൾ ചെയ്തു. ഇനിയിപ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് ലെഗ് എക്സ്റ്റൻഷൻ, പിന്നെ സിറ്റ് കാഫ് റൈസ്. ലെഗ് വർക്കൗട്ട് അവിടെ കഴിയും. അപ്പം ലെഗ് എക്സ്റ്റൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് മുന്നോട്ടേക്ക് ഇരുന്നിട്ട് ചെയ്യുന്ന കുറച്ച് ബെറ്റർ. അപ്പോൾ മാക്സിമം ക്വാഡ്സിന് സ്ട്രെച്ച് കിട്ടും ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിനിപ്പോൾ ഒന്ന് സിംഗിൾ ലെഗായിട്ട് ചെയ്യുന്നത് ബെറ്റർ. 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെഗിൻ്റെ വർക്കൗട്ട് നല്ല ഫിനിഷായി. നമുക്കപ്പോൾ പമ്പിങ് എങ്ങനെ നോക്കാം. വലിയ കുഴപ്പമില്ല, പമ്പാകുന്നുണ്ട്. എന്താ പറയുക, സ്പ്ലിറ്റ് ആകുന്നില്ല. പെയിൻസ് എല്ലാം അത്യാവശ്യം മെല്ലെ ഔട്ടായി വരുന്നുണ്ട്. നമുക്കത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. അവിടെ എന്നാലും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്.
അപ്പോൾ ഗൈസ് കാഫിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പോവാ. സീറ്റ് കാഫ് റൈസ് ഇതൊരു 3 സെറ്റ്സ് ഉണ്ടാവും. അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ വേറെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുന്നില്ല. ആദ്യം പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഗെയിനിങ് ടൈം മിസ്സായിട്ടുണ്ട്. ഞാൻ മൂഞ്ചി കുത്തുവാൾ എടുക്കുന്ന സമയത്താണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ബൾക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു ഗെയിനിങ് ടൈം പീരീഡ് എനിക്ക് പ്രോപ്പർലി കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. റീകോമ്പോസിഷൻ ആ ഫസ്റ്റ് തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അതായത് ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു കാര്യം മാത്രമാണ് ഈ കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ അതിൽ പ്രൈസ് വരുന്നതും വീഴാതിരിക്കുന്നതൊന്നും എന്നെ സംബന്ധിച്ചൊരു കാര്യമല്ല. പക്ഷെ എന്തായാലും പൈസ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് സ്റ്റേജിൽ കൂടെ ഇറങ്ങി കളയാമെന്നുള്ളൊരു തോട്ടിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ഈ കാഫിൻ്റെ വർക്കൗട്ട് 2 രീതിയിൽ ചെയ്യുന്നു. ഒരു ദിവസം ഇത് ചെയ്യും, ഒരു ലെഗ് ഡേ. വേറെയുള്ള സെക്കൻഡ് ലെഗ് ഡേയിൽ സ്റ്റാൻഡിങ് കാഫ് റൈസ്. രണ്ടും മാറി മാറി ചെയ്യാറാണ് പതിവ്. സോ അപ്പോൾ നിങ്ങൾക്ക് 2 ഭാഗവും കാഫിൻ്റെ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാനും പറ്റും. സോ ഇപ്പോൾ ഞാൻ ഗെയിനിങ് ഒന്നല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഗെയിനിങ് പോസിബിൾ അല്ല. ഞാൻ എന്തായാലും വർക്കൗട്ട് ഒന്ന് ചെയ്ത് തീർക്കട്ടെ. കാർഡിയോ ചെയ്ത് വേഗം പോകണം. അടുത്ത മീല് കഴിക്കാനുള്ള ടൈമായി. ശേഷം നൈറ്റ് പോയിട്ട് പിന്നെയും കാർഡിയോ ചെയ്യണം. പ്ലസ് വർക്കൗട്ട് ഉണ്ട്, ബൈസും ട്രൈസും വർക്കൗട്ട് ചെയ്യണം. സോ എല്ലാത്തിനും ഇടയ്ക്കാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്ലോലി പ്രോഗ്രസ് ചെയ്യാം ഒരു തരത്തിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.